ഗഗൻയാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ഒരു വിവരമാണ്. നമുക്കറിയാം ഗഗൻയാൻ ബഹിരാകാശ പദ്ധതി 3 പേരെ ഇന്ത്യ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഭൂമി കടന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ പേടകം പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ 3 ഇന്ത്യക്കാരുണ്ടാവും. ഈ 3 ഇന്ത്യക്കാരെയും പകരക്കാരെയും ഒക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നടി ലെനയുടെ ഭർത്താവ് പ്രശാന്ത് നായർ അതിലൊരാളാണ്. അതിൽ മറ്റൊരാൾ ശുഭാംശു ശുക്ല. ശുഭാംശു കഴിഞ്ഞ ദിവസം നാസയുടെ പദ്ധതിയുടെ ഭാഗമായി പോയിട്ട് വന്നു. ഇന്റർനാഷണൽ സ്പേസ് സെന്ററിൽ പോയി ആദ്യത്തെ ഇന്ത്യക്കാരാണ് ശുഭാംശു ശുക്ല. രാകേഷ് ശർമ്മ റഷ്യൻ പേടകത്തിന്റെ ഭാഗമായി പണ്ട് പോയിരുന്ന ആദ്യത്തെ യാത്ര അതായിരുന്നു. രണ്ടാമത് ശുഭാംശു ശുക്ല പോയി. പ്രശാന്ത് നായരാണ് അടുത്തയാൾ. ഈ പ്രശാന്തും ശുഭാംശും അടക്കമുള്ള 3 പേർ ഇന്ത്യയുടെ ബഹിരാകാശ പേടകത്തിൽ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ സഞ്ചാരം നടത്താനുള്ള തീവ്രമായ പരിശീലനത്തിലും ഗവേഷണത്തിലും ശ്രമങ്ങളിലുമൊക്കെ ഏതാണ്ട് പൂർത്തിയായി. നമുക്ക് ഏതു നിമിഷവും പറന്നുയരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം തിരിച്ചുവരവാണ്. ബഹിരാകാശത്തേക്ക് പോയിട്ട് പേടകത്തിൽ ആളുകൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെ ലാൻഡ് ചെയ്യും? ഭൂമിക്ക് പുറത്ത് 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്കാണ് യാത്ര. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അപകടമില്ലാതെ ലാൻഡ് ചെയ്യണം. അതാണ് എക്കാലത്തും ഏറ്റവും വലിയ കുഴപ്പം. കൽപ്പന ചൗളയൊക്കെ മരിച്ചുപോയത് ഈ തിരിച്ചുവരവിലാണ്. ഈ തിരിച്ചുവരവാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതയോടെ കാത്തിരിക്കുന്നത്. ആ തിരിച്ചുവരവ് ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് അത് നമ്മൾ വിജയിച്ചു എന്നതാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയ്ക്ക് സമീപം ബംഗാൾ ഉൾക്കടലിലായിരുന്നു ഈ എയർ ഡ്രോപ്പ് നമ്മൾ നടത്തിയത്. വ്യോമസേനയും കരസേനയും തീരദേശ സേനയും ഈ പദ്ധതി വിജയകരമായി പരീക്ഷിച്ചത്. നമ്മൾ ബഹിരാകാശത്തേക്ക് പോകുന്ന പേടകത്തിന് സമാനമായ അത്രയും ഭാരമുള്ള ഒരു പേടകം ഇന്ത്യയുടെ ചീനൂക്ക് ഹെലികോപ്റ്ററിൽ ഉയർത്തിക്കൊണ്ടു പോവുകയാണ്. ഏതാണ്ട് 4500 കിലോഗ്രാം ഭാരമുള്ള ഈ പേടകം, അത്രയുമാണ് ബഹിരാകാശത്തേക്ക് പോകുന്ന ഗഗൻയാൻ പേടകത്തിന്റെ ഭാരം. 4500 കിലോ തൂക്കമുള്ള ഗഗൻയാൻ പേടകത്തിന് സമാനമായ ഒരു പേടകം ഏതാണ്ട് 4 കിലോമീറ്റർ മുകളിൽ വരെ കൊണ്ടുപോയി ചീനൂക്ക് ഹെലികോപ്റ്റർ. എന്നിട്ട് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഈ ഡ്രോപ്പ് ചെയ്യുന്നത് പലതരം പാരഷൂട്ടുകളിൽ ഇത് കുഴപ്പമില്ലാത്ത തരത്തിൽ നിയന്ത്രിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുക, കടലിൽ ഇറക്കുക എന്ന ലക്ഷ്യമാണ് പൂർത്തിയായത്. ഇങ്ങനെയാണ് ഗഗൻയാൻ പേടകം വരേണ്ടത്. ആ ഗഗൻയാൻ പേടകം വളരെ ഉയരത്തിൽ നിന്ന് 4 കിലോമീറ്ററിൽ വന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. വളരെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഇടുന്നു. 4 കിലോമീറ്റർ ദൂരത്തിൽ നിന്നും താഴേക്ക് വീഴുകയാണ്. അത് ഈ പാരഷൂട്ടുകളുടെ സഹായത്തോടെ കുഴപ്പമില്ലാതെ നമുക്ക് കടലിൽ ലാൻഡ് ചെയ്യിപ്പിക്കാൻ സാധിച്ചു. അത് വലിയ വിജയമായി വിലയിരുത്തപ്പെടുന്നു. ഗഗൻയാൻ ഗവേഷണ പദ്ധതിയുടെ ഒരു നാഴികക്കല്ലായി അതിന്റെ അവസാനത്തെ ഈ പരീക്ഷണ വിജയം മാറുകയാണ്.